ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലെറ്റ് ലോജിക്ക. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. വേറെ ഒന്നല്ല, നമ്മളെ പ്രൊഡക്റ്റ് പോക്കോ X3 ഈ വർഷം റിലീസായതാണ് ഏപ്രിലിന്. സോ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനാകെ 2 കളറേ അവൈലബിൾ ഉള്ളൂ, കൊബാൾട്ട് ബ്ലൂവും അതുപോലെ തന്നെ ഷാഡോ ഗ്രേയും. പിന്നെ ഇത് ഷോപ്സിലൊന്നും അവൈലബിൾ അല്ല, ഓൺലൈനിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ 4000 രൂപീസ് വരെ ഓഫർ ഉണ്ട്. സോ അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ 3 വേരിയൻ്റാണ് ഉള്ളത്, 128 8GB, 128 6GB, പിന്നെ 64 and 6GB. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ എല്ലാ വേരിയൻസും എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അവൈലബിൾ അല്ല. സോ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആയിട്ടുള്ള വേരിയൻസിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അൺബോക്സ് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. സോ ഇനി അൺബോക്സിങ്ങിലേക്ക് പോകാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് നമ്മൾ ഓർഡർ ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. നമുക്ക് 3 ദിവസത്തിനുള്ളിൽ നമുക്ക് അവർ ഡെലിവറി കൊണ്ടുവന്നായിരുന്നു. ബോക്സിനകത്തുള്ളത് എന്താണെന്ന് നോക്കണേക്കാട്ടി മുമ്പ് നമുക്ക് ബോക്സിൻ്റെ പുറത്ത് എന്താണെന്ന് നോക്കണമെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് Qualcomm Snapdragon 732G ആണ്. അതിൻ്റെ പ്രൊസസ്സർ നല്ലൊരു പ്രൊസസ്സറാണ്. പിന്നെ 6000 mAh ബാറ്ററി. കുറേ നേരം നമുക്ക് ബാറ്ററി ചാർജ് ഉണ്ടാവും. മാത്രമല്ല ഒരു ഫാസ്റ്റ് ചാർജറും കൂടിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ചാർജും കയറും. ഞാൻ കുറച്ച് റിവ്യൂസ് എല്ലാം കണ്ടായിരുന്നു, അതിലെല്ലാവരും പറഞ്ഞത് നല്ലൊരു ബാറ്ററി ബാക്കപ്പാണ് ഇതിനുള്ളതെന്നാണ്. പിന്നെ ഫ്ലാഷ് ചിപ്പ്, 64 MB ഓൾ കോഡ് ക്യാമറ. ഇതിനും മെയിനായിട്ട് 4 ക്യാമറ വരുന്നത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ ഫ്രണ്ട് ക്യാം എന്ന് പറയുന്നത് 20 MB ആണ് സെൽഫി ക്യാം. റിയാലിറ്റി ഫ്ലോ 120 Hz ഡിസ്പ്ലേ ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഗെയിം കളിക്കുന്നവർക്കും അതുപോലെ തന്നെ ഫിലിം കാണുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ ഫുൾ HD+ ഡിസ്പ്ലേയും കൂടിയാണ്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ നല്ല സ്മൂത്തായിട്ടായിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേയിലൂടെ ടച്ച് അല്ല. പിന്നെ 2x2 മെമ്മോ വൈഫൈ, അത് പുതിയതായിട്ട് ഇറങ്ങിയൊരു ടെക്നോളജിയാണ്. എന്ന് പറയുമ്പോൾ ഇതിന് 2 ആൻറ്റിന ഉണ്ടാവും. ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനും ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ സ്ലൈഡ് ഫിംഗർ പ്രിൻറ്റ് ഫോർ അൾട്രാ ഫാസ്റ്റ് അൺലോക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് സൈഡിലായിരിക്കും. മാത്രമല്ല ഭയങ്കര ഫാസ്റ്റിലായിരിക്കും അൺലോക്കിംഗ് അല്ല. 12 വോൾട്ട് അവൈലബിൾ ആണ്. 12 വോൾട്ട് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈമിൽ 2 സിമ്മിലും VoLT അവൈലബിൾ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സ്പീക്കറിനെ പറ്റിയാണ്. ഞാൻ കുറേ റിവ്യൂസ് കണ്ടായിരുന്നു, അതിലും സ്പീക്കർ നല്ലൊരു റിവ്യൂ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഫോണൊന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിനെപ്പറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ ചാർജിങ് അവൈലബിൾ ആണ്. എന്ന് പറയുമ്പോൾ ഈ ഡിവൈസ് വെച്ചിട്ട് വേറൊരു ഡിവൈസ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. സെറ്റ് ഷോക്കർ ഹാപ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ന്യൂ ടെക്നോളജിയാണ്. അത് നമ്മൾ 3D ടച്ച് എന്ന് പറയും. നമ്മൾ കൊടുക്കണ ടച്ച് ചെയ്യണ പ്രഷർ അനുസരിച്ച് അത് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. UFS 2.1 സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ഈ റാമിനെയും റോമിൻ്റെയൊക്കെയുള്ള സ്റ്റോറേജാണ്. അതിപ്പോൾ 3.0 ആയാലും 3.1 ആയാലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് ഈ ഒരു പ്രൈസിൽ 2.1 നല്ലൊരു അത്യാവശ്യം സ്പീഡുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു വാറൻറ്റി ബുക്കും അതുപോലെ തന്നെ ഒരു ഫോൺ കവറാണ് തന്നിരിക്കുന്നത്. ഇതാണ് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഒരു പവർ ചാർജറിങ് അഡാപ്റ്ററും കൂടി അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ നമ്മൾ എടുക്കാൻ നിങ്ങളോട് പറഞ്ഞത് വേറൊന്നും കൊണ്ടിട്ടല്ല, ഇതിൻ്റെ ചാർജിങ് കൊണ്ട് തന്നെയാണ്. ഇതിൽ ഈ റെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡാണ് ഇതിൻ്റെ ചാർജിങ്. മാത്രമല്ല ഈ ഒരു ചാർജിങ് സെറ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക, കാരണം ബാറ്ററി കപ്പാസിറ്റി കുറയും, അതുകൊണ്ടിട്ടാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, എല്ലാവരും പറയുന്നത് ഈ ഒരു സാധനത്തിനെ പറ്റിയാണ്. അഡാപ്റ്റർ, ചാർജിങ് അഡാപ്റ്റർ ഭയങ്കര സ്പീഡാണെന്ന് പറയുന്നത്. ഭയങ്കര സ്പീഡിലാണ് ചാർജ് കയറുന്നത്. മാത്രമല്ല അത്ര സ്പീഡിൽ കയറിയാൽ പോലും പെട്ടെന്നൊന്നും ചാർജ് ഇറങ്ങത്തില്ല. ഫസ്റ്റ് നമുക്ക് ഫോണിൻ്റെ അപ്പിയറൻസ് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്നത് കൊബാൾട്ട് ബ്ലൂ ആണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ സെറ്റിങ് ടോപ്പ് സെൻറ്ററിലായിട്ടാണ് ക്വാഡ് ക്യാമറ വന്നിരിക്കുന്നത്. കുഴപ്പമില്ല. ഫിംഗർ പ്രിൻറ്റ്, സൈഡ് ഫിംഗർ പ്രിൻ്റാന്ന് പറഞ്ഞത്. സ്പീക്കർ അടിയിലായിട്ടാണ് വരുന്നത്. പിന്നെ ചാർജിങ് സ്ലോട്ട് ഇപ്പോൾ ഇറങ്ങണ ഒരു ഫോണിനും 3.5mm ജാക്ക് അവൈലബിൾ അല്ല, ബട്ട് ഈ ഒരു ഫോണിൽ ഞാൻ അവൈലബിൾ ആണ്. പിന്നെ നല്ലൊരു ടച്ചാണ്, ഡിസ്പ്ലേയും നല്ലതാണ്. ഇനി നമുക്ക് ഓണാക്കി നോക്കാം.
ഭയങ്കര ഹാൻഡിയാണ്. മാത്രമല്ല ഇതിന് വെറും 225 ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഭയങ്കര സ്മൂത്താണ്. നമുക്കിനി സെറ്റിങ്സിൽ എന്താണെന്നൊന്ന് കയറി നോക്കാം. ഇതിന് സൈഡ് മൗണ്ടഡ് സെൻസറാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഇത് സെൻസ് ചെയ്യണത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിവൈസ് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോൾ എടുക്കുമ്പോൾ തന്നെ മനസ്സിലായോ ഫിംഗറിൽ അൺലോക്ക് ചെയ്യുക. മറ്റുള്ള ഫോൺ എന്ന് പറയുമ്പോൾ ബാക്കിലാണ് അൺലോക്ക് ചെയ്യണത്. ക്യാമിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിന് ക്വാഡ് ക്യാം ആണെന്ന് പറയുമ്പോൾ 4 ക്യാമാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത്. ബാക്കിൽ 64, 13, 22 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാം 20 MB. നമ്മൾ ക്യാമറനെ പറ്റിയുള്ള റിവ്യൂ എല്ലാം നമ്മൾ കണ്ടായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. ബട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൺഫേം ചെയ്യാം. ഇതിൻ്റെ ഗ്ലാസ് എന്ന് പറയുന്നത് ഗൊറില്ല ഗ്ലാസ് 5 ആണ്. എന്താ പറയുക, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലതെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് കോട്ടിങ്ങാണ് ചെയ്തു തന്നിരിക്കുന്നത്. ഇത്രയും കുറേ ഫീച്ചേഴ്സ് ഇത്രയും കുറവ് പ്രൈസിൽ തന്നതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ വാല്യൂ ഫോർ മണി 4.5 ആണ്. ഞാൻ 1-2 ബാഡ് റിവ്യൂസ് കണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ പാനൽ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഗെയിമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഫോൺ ഓവർ ഹീറ്റ് ആവുമെന്നുള്ളത് നമുക്കതിപ്പോൾ കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞ സ്ഥിതിക്ക് കുറച്ചും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ 5G അവൈലബിൾ അല്ല. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് സൈഡിലാണല്ലോ ഫിംഗർ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. ബട്ട് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അവർക്ക് സ്ക്രീനിൽ തന്നെ വേണമെന്ന്. ബട്ട് സ്ക്രീനിൽ അത് അവൈലബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ റേറ്റും മാത്രമല്ല താഴത്തൊക്കെ വീണാൽ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒന്നുമല്ല. കാരണം ഇതിന് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ പൊടിയിൽ നിന്നും മാത്രമല്ല, ഇപ്പം മഴ പെയ്യണമെങ്കിൽ വെള്ളം തിരിതെറിച്ചാലൊന്നും സീനില്ല. ബട്ട് വെള്ളത്തിൽ കൊണ്ടേ മുക്കരുത്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറും ഉള്ളവരാണെങ്കിൽ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഫീച്ചർ ഉണ്ട്, മൈക്രോ കാസ്റ്റ്. അതെന്ന് വെച്ചാൽ നമ്മളെ ഫോണിലുള്ള ഡിസ്പ്ലേ നമുക്ക് TV-യിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ഒരു ഇൻഫ്രാറെഡ് പോർട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ IR ബ്ലാസ്റ്റർ വേറെ ഒന്നുമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് TV-യുടെയോ അതോ AC-യുടെയോ റിമോട്ടായിട്ട് ഇതിനെ ആക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫ്ലാഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഡ്യുവൽ LED ആണ്. അതെന്ന് വെച്ചാൽ പണ്ടത്തെ ഫോൺ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു വൈറ്റ് ലൈറ്റാണ് എമിറ്റ് ചെയ്യണത്. ബട്ട് ഇതിലെന്ന് പറയുമ്പോൾ ബ്ലൂ അത് പിന്നെ യെല്ലോവും കൂടിയാണ്. അതെന്ന് വെച്ചാൽ ഡെപ്ത്ത് ഡിഫറെൻ്റ് ആവാതെ തന്നെ പിക്ചർ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ഞാനിതിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാതെ പോയത് വേറെ ഒന്നുമല്ല, ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് നിൽക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഇറങ്ങുന്ന MIയുടെ എല്ലാ പ്രൊഡക്റ്റിലും ഇത്തരം ആപ്ലിക്കേഷൻസ് എല്ലാം ഓൾറെഡി ഡൗൺലോഡ് ആയിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ടത് മാത്രം യൂസ് ചെയ്യുക ഓർ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഒരു ഹെറിഡിറ്ററി പ്രോസസ്സാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിങ്ങിലേക്ക് കടക്കാം. ഇതിൻ്റെ റേറ്റിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ആമസോണിൽ ഈ പ്രൊഡക്റ്റിന് തന്നിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുമ്പോൾ 4.2 ആണ്. ബട്ട് ഫ്ലിപ്കാർട്ടിൽ ഇത്തിരി കൂടി കൂടുതലാണ്, 4.6 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമിനെ പറ്റി നോക്കാം. ക്യാമിൻ്റെ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ 3.4 ആണ് ഔട്ട് ഓഫ് 5. എന്താ പറയുക, അത്ര നല്ലൊരു റേറ്റിംഗ് അല്ല, എന്നാൽ കൂടെ കുഴപ്പമില്ല. ബട്ട് ബാറ്ററിക്ക് ഒരു ഭയങ്കര റേറ്റിംഗ് ആണ്, 4.5 ആണ് വന്നിരിക്കുന്നത് ഔട്ട് ഓഫ് 5 എന്ന് പറയുമ്പോൾ അമേസിങ്. ഇനി ഡിസ്പ്ലേക്ക് എന്ന് പറയുമ്പോൾ 4.0 അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു റേറ്റിംഗ് ആണ്. ഓവറോൾ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ വാല്യൂ ഫോർ മണി 4.5 ആണ്. സോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇറ്റ്സ് ഫോർ ലോജിക് ആൻഡ് ഐ എം സൈനിങ് ഓഫ്.